കേരള സർവകലാശാലയിൽ പുതിയ രജിസ്ട്രാർ ചുമതല ഏൽക്കുന്നതിനിടെ തലസ്ഥാനത്ത് ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിക്കും വൻ സുരക്ഷ. ഫസ്റ്റ് എയ്ഡ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ നിരാമയ കേരളം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനത്തിനാണ് ഗവർണർ മസ്കറ്റിൽ എത്തുന്നത്. മന്ത്രി വി ശിവൻകുട്ടി, കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ എന്നിവരും പങ്കെടുക്കുന്നുണ്ട്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്തുണ്ട്. പ്രശാന്ത്, വിവരങ്ങൾ. ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിലും വലിയ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ ഞാൻ നിൽക്കുന്നത് മസ്കറ്റ് ഹോട്ടലിൻ്റെ മുൻവശത്താണ്. ഇവിടെയാണ് ഗവർണർ പങ്കെടുക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരുടെ വലിയൊരു സുരക്ഷാ വലയത്തിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അല്പസമയത്തുള്ളിൽ ഗവർണർ പങ്കെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫസ്റ്റ് എയ്ഡ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ നിരാമയ കേരളം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് ഈ മസ്കറ്റ് ഹോട്ടലിൽ നടക്കാൻ പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഗവർണർ പങ്കെടുക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടനത്തിനാണ് ഗവർണർ പങ്കെടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഗവർണർക്കൊപ്പം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പങ്കെടുക്കുന്നു. അതോടൊപ്പം കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്പലും ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യും. ഈ പരിപാടി സ്ഥലത്തും പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യതകൾ മുൻനിർത്തി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ പോലീസിൻ്റെ ഒരു വലിയ സുരക്ഷാ സന്നാഹം വിന്യസിച്ചിരിക്കുന്നത്. നിരവധി പോലീസ് ഉദ്യോഗസ്ഥരാണ് ഗവർണറുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് മസ്കറ്റ് ഹോട്ടലിന് മുന്നിൽ നിൽക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ ഗവർണർ എത്തുകയും ചെയ്യും. വലിയ സുരക്ഷ തന്നെയാണ് മസ്കറ്റ് ഹോട്ടലും പരിസരത്തും ഏർപ്പെടുത്തിയിരിക്കുന്നത്. പോലീസിൻ്റെ വലിയ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ സർവകലാശാല വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം ആളിക്കത്തുന്നൊരു സാഹചര്യമാണുള്ളത്. സർവകലാശാലയ്ക്ക് മുന്നിൽ അല്പസമയത്തിനുള്ളിൽ AIYF-ഉം അതോടൊപ്പം തന്നെ DYFI-യും പ്രതിഷേധിക്കും. അതോടൊപ്പം തന്നെയാണ് SFIയുടെ പ്രതിഷേധം ഒരു ഭാഗത്ത് സർവകലാശാലയിൽ നടക്കുന്നത്. അതോടൊപ്പം ഈ പരിപാടി സ്ഥലത്തേക്കും പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യതകളുണ്ടെന്നാണ് ഇപ്പോൾ പോലീസിന് ലഭിക്കുന്ന വിവരമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. മ്യൂസിയം പോലീസ് സ്റ്റേഷൻ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുകയും സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ പരിപാടി ആരംഭിക്കും. ആ പരിപാടി സ്ഥലത്തേക്ക് ഗവർണർ എത്തിച്ചേരുകയും ചെയ്യും. വലിയ രീതിയിൽ സുരക്ഷാ വിന്യാസം നടത്തിയിട്ടുണ്ട്. നിരാമയ കേരളം പദ്ധതിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ് ഗവർണർ ഇവിടേക്ക് എത്തുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ സർവകലാശാല വിഷയങ്ങൾ ഉണ്ടായതിനു ശേഷം ആദ്യമായിട്ടാണ് വിദ്യാഭ്യാസ മന്ത്രിയും ഗവർണറും ഒരേ പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്നൊരു പ്രത്യേകത കൂടി ഇന്നത്തെ പരിപാടി കൊണ്ട് രണ്ടുപേരും ഒരുമിച്ചെത്തുന്ന പരിപാടി കൂടിയാണ്. ആ പരിപാടിയിൽ കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്പൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ സുരക്ഷാ മുൻകരുതലുകളൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടേക്ക് വിന്യസിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇനിയും വിന്യസിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനിരിക്കുന്നത്. കാരണം അതായത് ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ SFIയുടെ ഭാഗത്തുനിന്നും കരിങ്കൊടി കാണിക്കാൻ അടക്കമുള്ളവ ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടെന്നാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ സുരക്ഷാ സന്നാഹം അല്ലെങ്കിൽ സുരക്ഷ വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിലാണ് ഇപ്പോൾ ഗവർണർ എത്തുന്നത്. ഗവർണറും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും അതോടൊപ്പം തന്നെ സർവകലാശാല വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മൽ അടക്കമുള്ളവർ പങ്കെടുക്കുന്ന പരിപാടിയാണ്. പരിപാടി അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കുകയും ചെയ്യും. ഗവർണർ രാജ്ഭവനിൽ നിന്ന് ഉടൻ എത്തുമെന്നാണ് നമ്മൾ കരുതുന്നത്. 11 മണിക്കാണ് പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നടക്കാനിരിക്കുന്നത്. ആ പരിപാടിയിലേക്ക് ഗവർണർ ഉടൻ തന്നെ എത്തുമെന്നാണ് കരുതുന്നത്. അതിനോട് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ സുരക്ഷാ പരിശോധനകളെല്ലാം നടത്തുകയും സുരക്ഷാ വിന്യാസം കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ സംഭവ സ്ഥലത്തേക്ക്, അതായത് ഈ മസ്കറ്റ് ഹോട്ടലിന് മുന്നിലേക്ക് വിളിപ്പിച്ചുകൊണ്ടുള്ള സുരക്ഷാ സന്നാഹങ്ങൾ വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ശരി പ്രശാന്ത്, തലസ്ഥാനത്ത് ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയുടെ സുരക്ഷ വർദ്ധിപ്പിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മസ്കറ്റ് ഹോട്ടലിലാണ് ഈ പരിപാടി നടക്കുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.